അമൃത് വേണി ഹെയർ എലിക്സർ പ്രസൻസ് ഡെയിലി ന്യൂസ് സായാഹ്ന വാർത്തകൾ പവേർഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് KSFE. എന്താ ഒരു മൂഡ് ഓഫ്? ഇപ്പൊ മുടി വല്ലാതെ കൊഴിയുന്നുണ്ട്, അതാ തോന്നുന്നു. ഈസ്ട്രജന്റെയും വൈറ്റമിൻ ഡിയുടെയും കുറവാണ് മിക്ക സ്ത്രീകളുടെയും മുടി കൊഴിച്ചലിന്റെ പ്രധാന കാരണം. അമൃത് വേണി ഹെയർ എലിക്സർ ഫോർ വിമൻ സ്ത്രീകളുടെ മുടിയുടെ വളർച്ചയ്ക്കും ശക്തിക്കും അത്യാവശ്യമായ ഹെർബൽ ഈസ്ട്രജനാലും വൈറ്റമിൻ ഡിയാലും സമ്പുഷ്ടമാക്കിയതാണ് അമൃത് വേണി ഹെയർ എലിക്സർ ഫോർ വിമൻ. നമസ്കാരം, ഞാൻ നീതു കൃഷ്ണ. ഡെയിലി ന്യൂസിന്റെ സായാഹ്ന വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് ഫെബ്രുവരി 10 തിങ്കളാഴ്ച. നെൽവയൽ തണ്ണീർത്തട പരിധിയിൽപ്പെട്ടാലും ഡേറ്റാ ബാങ്കിൽപ്പെട്ടാലും താമസിക്കാൻ സ്വന്തമായി വീടില്ലാത്ത കുടുംബത്തിന് വീട് വയ്ക്കാൻ പഞ്ചായത്തോ നഗരസഭയോ അനുമതി നൽകേണ്ടതാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഗ്രാമപഞ്ചായത്തിൽ 10 സെന്റും നഗരത്തിൽ 5 സെന്റും സ്ഥലത്ത് വീട് വയ്ക്കാനാണ് അനുമതി നൽകേണ്ടതെന്ന് TI മധുസൂദനന്റെ ശ്രദ്ധ ക്ഷണിക്കലിന് നിയമസഭയിൽ മുഖ്യമന്ത്രി മറുപടി നൽകി. സംസ്ഥാനത്ത് കിഫ്ബി പദ്ധതികൾ നിലയ്ക്കുന്നുവെന്നതിൽ പ്രതിപക്ഷ MLA റോജി M. ജോൺ നിയമസഭയിൽ അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി തേടി. കിഫ്ബി ജനങ്ങളുടെ ബാധ്യത ആകുന്നുവെന്ന് അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിയ റോജി M. ജോൺ ആരോപിച്ചു. ഇനി ടോളുകളും സംസ്ഥാനത്ത് വരുമെന്നാണ് വിവരമെന്നും തോമസ് ഐസക് നിയമസഭയിൽ പറഞ്ഞിരുന്നത് കേരളത്തിലെ ഒരു പാലത്തിനും റോഡിനും ടോൾ ഉണ്ടാകില്ലെന്നായിരുന്നുവെന്നും എന്നാൽ ഇപ്പോൾ സ്ഥിതി മാറുകയാണെന്നും റോജി M. ജോൺ പറഞ്ഞു. കിഫ്ബി ഇപ്പോൾ വെന്റിലേറ്ററിലായെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആരോപിച്ചു. അത് ഊരേണ്ടത് എപ്പോഴാണെന്ന് ചോദിക്കേണ്ട അവസ്ഥയാണെന്നും കിഫ്ബി പരാജയപ്പെട്ട മോഡലാണെന്നും കിഫ്ബി ആരുടെയും തറവാട് സ്വത്തുവിറ്റ പണം അല്ലെന്നും പെട്രോൾ മോട്ടോർ വാഹന സെസ് ആണ് കിഫ്ബിയുടെ അടിസ്ഥാനമെന്നും അദ്ദേഹം പറഞ്ഞു. കിഫ്ബി ടോളിന്റെ കാര്യം പറഞ്ഞ് ആളുകളെ ആശങ്കയിലാക്കേണ്ട കാര്യമില്ലെന്ന് ധനമന്ത്രി KN ബാലഗോപാൽ. കിഫ്ബി വഴി വരുമാനദായക പദ്ധതികൾ ഇനിയും കൊണ്ടുവരുമെന്നും കിഫ്ബിക്ക് ട്രിപ്പ് കൊടുക്കേണ്ട അവസ്ഥയൊന്നുമില്ലെന്നും ധനമന്ത്രി പറഞ്ഞു. ട്രിപ്പും ബൂസ്റ്റും കൊടുത്ത് BJPയെ വളർത്തുന്നത് പ്രതിപക്ഷമാണെന്നും മോൻ ചത്താലും മരുമോളുടെ കണ്ണീരെന്ന നയമല്ലേ ദില്ലിയിൽ കോൺഗ്രസ് എടുത്തതെന്നും ധനമന്ത്രി ചോദിച്ചു. റോജി M. ജോണിന്റെ മണ്ഡലത്തിൽ വരെ വികസനം എത്തിച്ചത് കിഫ്ബിയാണെന്നും ധനമന്ത്രി ചൂണ്ടിക്കാട്ടി. പാതിവില തട്ടിപ്പ് കേസിലെ പ്രതിയായ ആനന്ദു കൃഷ്ണനിൽ നിന്ന് 1 രൂപ പോലും വാങ്ങിയിട്ടില്ലെന്നും തനിക്കെതിരായ ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും കോൺഗ്രസ് നേതാവ് മാത്യു കുഴൽനാടൻ. അനന്തു കൃഷ്ണനിൽ നിന്ന് പണം വാങ്ങിയെന്ന് തെളിയിക്കാൻ റിപ്പോർട്ടർ ചാനലിനെ വെല്ലുവിളിക്കുകയാണെന്നും ഒരൊറ്റ പൈസ വാങ്ങിയിട്ടില്ലെന്നും മാത്യു കുഴൽനാടൻ MLA പറഞ്ഞു. റിപ്പോർട്ടർ ചാനൽ തനിക്കെതിരെ തെറ്റായ വാർത്ത നൽകിയെന്നാണ് മാത്യു കുഴൽനാടന്റെ ആരോപണം. പകുതിവില തട്ടിപ്പ് കേസന്വേഷണം ക്രൈംബ്രാഞ്ചിന് കൈമാറി. 34 കേസുകളാണ് ക്രൈംബ്രാഞ്ചിന് കൈമാറിയത്. DGPയാണ് ഇത് സംബന്ധിച്ച ഉത്തരവിറക്കിയത്. എല്ലാ ജില്ലകളിലും ക്രൈംബ്രാഞ്ചിന്റെ പ്രത്യേക സംഘങ്ങൾ രൂപീകരിക്കും. ADGP ക്രൈംബ്രാഞ്ചിന് നേതൃത്വം നൽകും. പാതിവില തട്ടിപ്പിലൂടെ കിട്ടിയ കോടികൾ ചെലവഴിച്ചു തീർന്നുവെന്ന് മുഖ്യപ്രതി അനന്തു കൃഷ്ണന്റെ മൊഴി. വാഗ്ദാനം ചെയ്ത ഉപകരണങ്ങൾ വാങ്ങാനും പലർക്കും കൊടുക്കാനുമായി പണം ചെലവിട്ടുവെന്നാണ് അനന്തു പോലീസിനോട് പറഞ്ഞത്. അക്കൗണ്ടുകളിൽ ഇനി ബാക്കിയുള്ളത് 10 ലക്ഷം രൂപ മാത്രമാണെന്നാണ് അനന്തുവിന്റെ മൊഴി. പാതിവില തട്ടിപ്പിൽ അന്വേഷണം നേരിടുന്ന തിരുവനന്തപുരത്തെ സത്യസായി ട്രസ്റ്റ് സർക്കാരിനെയും പറ്റിച്ചു. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ചേർന്ന് നടപ്പിലാക്കുന്ന ജലജീവൻ മിഷൻ കുടിവെള്ള വിതരണ പദ്ധതിയുടെ പേര് പറഞ്ഞായിരുന്നു കബളിപ്പിക്കൽ. 1 ലക്ഷം കുടുംബങ്ങൾക്ക് സ്വന്തം നിലയിൽ കുടിവെള്ളം നൽകി എന്നായിരുന്നു പ്രചാരണം. ഇതിനെതിരെ വാട്ടർ അതോറിറ്റി നോട്ടീസ് നൽകിയെങ്കിലും ട്രസ്റ്റ് മറുപടി നൽകിയിട്ടില്ല. അനന്തകുമാറും സംഘവും വിവിധ സർക്കാർ പദ്ധതികളെയും സ്വന്തം പേരിലാക്കി ബഹുജന പിന്തുണ നേടാൻ ശ്രമിച്ചതിന്റെ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ഗ്ലോബൽ പബ്ലിക് സ്കൂളിലെ വിദ്യാർത്ഥി മിഹിർ അഹമ്മദ് ആത്മഹത്യ ചെയ്ത വിഷയം വളരെ ഗൌരവത്തോടെയാണ് സർക്കാർ കാണുന്നതെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി. ശിവൻകുട്ടി.
റാഗിംഗ് പൊതുസമൂഹത്തിൽ നിന്നും പോലീസിൽ നിന്നും മറച്ചുവെക്കാൻ സ്കൂൾ അധികൃതർ ശ്രമിച്ചെന്ന് മാതാപിതാക്കൾ പരാതി നൽകിയിരുന്നു. സ്കൂൾ പ്രവർത്തിക്കാനുള്ള NOC ഹാജരാക്കാൻ പൊതുവിദ്യാഭ്യാസ വകുപ്പ് നിർദ്ദേശം നൽകിയിരുന്നു. ഇത് ഇതുവരെ സ്കൂൾ അധികൃതർ ഹാജരാക്കിയിട്ടില്ലെന്ന് വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞു. മാധ്യമങ്ങളുടെ കൈപിടിച്ചല്ലാതെ ജനാധിപത്യത്തിനോ ഭരണകൂടത്തിനോ നിലനിൽപ്പില്ലെന്ന് പശ്ചിമബംഗാൾ ഗവർണർ ഡോക്ടർ CV ആനന്ദബോസ്. ജനാധിപത്യ സമൂഹങ്ങളിൽ ജനങ്ങളുടെ ജിഹ്വയും മനസാക്ഷിയുമാണ് മാധ്യമങ്ങളെന്നും രാജ്യത്തിന്റെ നേട്ടം ലോകത്തിനു മുൻപിൽ ശരിയായി അവതരിപ്പിക്കേണ്ട ഉത്തരവാദിത്വം മാധ്യമങ്ങൾക്കുണ്ടെന്നും സമൂഹത്തിൽ അക്രമവും അഴിമതിയും കാണിക്കുന്നവരുടെ യഥാർത്ഥ മുഖം വെളിപ്പെടുത്തുകയാണ് മാധ്യമങ്ങളുടെ ദൌത്യമെന്നും അദ്ദേഹം പറഞ്ഞു. കേരള മീഡിയ അക്കാദമിയിൽ നടന്ന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു ഡോക്ടർ ആനന്ദബോസ്. പോലീസിനെതിരെ വിമർശനവുമായി G. സുധാകരൻ. നിയമം സംരക്ഷിക്കാൻ ചുമതലപ്പെട്ടവർ നിയമം ലംഘിക്കുകയാണെന്നും അതാണ് ചില പോലീസുകാർ ചെയ്യുന്നതെന്നും സുധാകരൻ പറഞ്ഞു. കല്യാണ പാർട്ടി കഴിഞ്ഞു വന്നവരെ തല്ലിച്ചതച്ചുവെന്നത് ഗുരുതരമായ തെറ്റാണെന്നും പത്തനംതിട്ടയിൽ ആളുമാറി തല്ലിയ പോലീസുകാർ സർവീസിൽ ഇരിക്കാൻ യോഗ്യരല്ലെന്നും അദ്ദേഹം പറഞ്ഞു. വയനാട് CPM ജില്ലാ കമ്മിറ്റി അംഗം AN പ്രഭാകരന്റെ പ്രസംഗം വിവാദമായി. UDF പനമരത്ത് മുസ്ലിം വനിതയെ മാറ്റിയ ആദിവാസി പെണ്ണിനെ പഞ്ചായത്ത് പ്രസിഡന്റാക്കിയെന്നായിരുന്നു പരാമർശം. പ്രസിഡന്റാകേണ്ടിയിരുന്ന ഹസീനയെ കോൺഗ്രസുകാർ മാറ്റിയെന്നും ആദ്യമായി മുസ്ലിം വനിത പ്രസിഡന്റായിരുന്ന പഞ്ചായത്തിലെ ഭരണം ലീഗ് മറിച്ചിട്ടുവെന്നും ലീഗ് പനമരത്ത് ചെയ്തത് ചരിത്രപരമായ തെറ്റാണെന്നും അടുത്ത തെരഞ്ഞെടുപ്പിൽ വീട് കയറുമ്പോൾ ലീഗുകാർ കയ്യും കെട്ടിനിന്ന് മറുപടി പറയേണ്ടി വരുമെന്നുമാണ് AN പ്രഭാകരൻ പറഞ്ഞത്. മദ്യപിച്ച് അപകടകരമായി ഔദ്യോഗിക വാഹനം ഓടിച്ച സംഭവത്തിൽ DYSPയുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. സ്റ്റേറ്റ് ക്രൈം റെക്കോർഡ് ബ്യൂറോ DYSP അനിലിനെയാണ് അറസ്റ്റ് ചെയ്തത്. ഇയാളെ പിന്നീട് ജാമ്യത്തിൽ വിട്ടു. മദ്യപിച്ച് അപകടകരമായി വാഹനം ഓടിച്ചതിനാണ് ഇയാൾക്കെതിരെ കേസെടുത്തത്. DYSPക്കെതിരെ വകുപ്പ് തല അന്വേഷണം ഉണ്ടാകും. വടകരയിൽ 9 വയസ്സുകാരി ദൃശാനയെ കോമയിലാക്കിയ വാഹനാപകടത്തിലെ പ്രതി പുറമേരി സ്വദേശി ഷെജിൻ കോയമ്പത്തൂർ വിമാനത്താവളത്തിൽ പിടിയിൽ. ലുക്കൌട്ട് സർക്കുലർ നിലവിലുള്ളതിനാൽ ഇയാളെ എയർപോർട്ടിൽ വെച്ച് പിടികൂടുകയായിരുന്നു. വടകരയിൽ നിന്നുള്ള പോലീസ് സംഘത്തിന് ഇയാളെ കൈമാറും. ചേന്ദമംഗലത്ത് ഒരു കുടുംബത്തിലെ 3 പേരെ തലക്കടിച്ചു കൊന്ന കേസിൽ കുറ്റപത്രം ഈ മാസം 15 സമർപ്പിക്കും. പ്രതിയായ ഋതുവിന് മാനസിക പ്രശ്നമില്ലെന്ന് പോലീസ് വ്യക്തമാക്കി. കേസിൽ ഋതു മാത്രമാണ് പ്രതിയെന്നാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. ഋതു കൊല നടത്താനായി വീട്ടിലെത്തുന്നതിന്റെ CCTV ദൃശ്യങ്ങളും വിനീഷയുടെയും ജിതിന്റെയും 2 മക്കളുടെ സാക്ഷിമൊഴികളുമാണ് അനുബന്ധ തെളിവുകളിൽ പ്രധാനം. മോൾക്ക് ബർത്ത്ഡേ ഗിഫ്റ്റ് വാങ്ങണ്ടേ? ഷോപ്പിൽ കൊണ്ടുപോയി ഇഷ്ടമുള്ള വാങ്ങി കൊടുക്കാം. അപ്പൊ ഏട്ടൻ വരുന്നുണ്ടോ? ഗിഫ്റ്റ് കാർഡ് വരും. അതെ, ഓരോ ചിട്ടിയിലും ഒരാൾക്ക് 5000 രൂപയുടെ ഗിഫ്റ്റ് കാർഡ് സമ്മാനം. മെഗാ സമ്മാനമാണെങ്കിലോ പുതുപുത്തൻ ബെൻസ് കാറും. 2ാം സമ്മാനം ഇന്നോവ ക്രിസ്റ്റ, അതും 17 ഇത്തവണ സമ്മാനങ്ങളുടെ നക്ഷത്രത്തിലക്കവുമായി KSFE ഗാലക്സി ചിട്ടികൾ. ആം ആദ്മി പാർട്ടിയിൽ പ്രതിസന്ധിയെന്ന് റിപ്പോർട്ട്. ദില്ലി തോൽവിക്ക് പിന്നാലെ പഞ്ചാബിലെ 30 MLAമാർ രാജ്യഭീഷണി മുഴക്കി. മുഖ്യമന്ത്രി ഭഗവന്ത് മാനൊപ്പം നീങ്ങാനാവില്ലെന്ന നിലപാടിലാണ് MLAമാർ. എന്നാൽ പ്രതിസന്ധി പരിഹരിക്കാൻ അരവിന്ദ് കെജ്രിവാൾ MLAമാരുമായി ഫോണിൽ സംസാരിച്ചു. മുതിർന്ന നേതാക്കളെ ചർച്ചയ്ക്കായി പഞ്ചാബിലേക്ക് അയച്ചേക്കുമെന്നും സൂചനയുണ്ട്. ഉത്തർപ്രദേശിലെ പ്രയാഗ്രാജിലേക്ക് കുംഭമേളയ്ക്കായി വിശ്വാസികൾ ഒഴുകിയെത്തിയതിന് പിന്നാലെ 300 കിലോമീറ്ററോളം ദൂരത്തിൽ ഗതാഗതക്കുരുക്ക് അനുഭവപ്പെട്ടതിനെ തുടർന്ന് മധ്യപ്രദേശ് പോലീസിന് ഗതാഗതം നിർത്തിവെക്കേണ്ടി വന്നതായി റിപ്പോർട്ട്. ഇതേ തുടർന്ന് ജബൽപൂർ മേഖലയിലേക്ക് തിരിച്ചുപോയി വാഹനങ്ങൾ അവിടെ കാത്തിരിക്കാൻ പോലീസ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മണിപ്പൂരിൽ പുതിയ മുഖ്യമന്ത്രിയെ നിശ്ചയിക്കാൻ BJPയിൽ തിരക്കിട്ട നീക്കങ്ങളെന്ന് റിപ്പോർട്ട്. മന്ത്രിമാരായ Y. ഖേംചന്ദ് സിംഗ്, T. ബിശ്വജിത് സിംഗ് എന്നിവർക്കൊപ്പം സ്പീക്കർ സത്യബ്രത സിംഗും നിലവിൽ BJPയുടെ പരിഗണനയിലുണ്ട്. അവിശ്വാസ പ്രമേയം നിരാകരിക്കില്ലെന്ന് സ്പീക്കർ അറിയിച്ചതോടെയാണ് BJP നേതൃത്വം ബീരേൻ സിംഗിന്റെ രാജിക്ക് വഴങ്ങിയത്. ഷാർജയിൽ നവജാത ശിശുവിന്റെ മൃതദേഹം ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തി. അൽസജ പ്രദേശത്തെ മാലിന്യ കൂമ്പാരത്തിൽ നിന്നാണ് മൃതദേഹം കണ്ടെത്തിയത്. സംഭവത്തിൽ ഷാർജ പോലീസ് അന്വേഷണം ശക്തമാക്കി. മാലിന്യം ശേഖരിക്കാനെത്തിയ മുനിസിപ്പൽ തൊഴിലാളികളാണ് കുട്ടിയുടെ മൃതദേഹം ആദ്യം കാണുന്നത്. പിന്നീട് അധികൃതരെ അറിയിക്കുകയായിരുന്നു.
സ്റ്റീൽ, അലൂമിനിയം ഇറക്കുമതിക്ക് 25% തീരുവ ഏർപ്പെടുത്തുമെന്ന് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചു. ഇതോടെ ഇന്ത്യൻ ഓഹരി വിപണികളിലും പ്രത്യേകിച്ച് സ്റ്റീൽ ഓഹരികളിലും ഇടിവുണ്ടായി. നിഫ്റ്റി സ്റ്റീൽ സൂചിക 2.7% ഇടിഞ്ഞു. റെക്കോർഡുകൾക്ക് മുടക്കം വരുത്താതെ സ്വർണം. ഇന്ന് ഒറ്റയടിക്ക് പവൻ വില 280 രൂപ ഉയർന്ന് 63,840 രൂപയായി. ഗ്രാം വില 35 രൂപ വർദ്ധിച്ച് 7,980 രൂപയിലാണ്. ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ സായാഹ്ന വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിനു വേണ്ടി വാർത്തകൾ വായിച്ചത് നീതു കൃഷ്ണ. DailyNewsLive.in വാർത്തകൾ വിരൽ തുമ്പിൽ.